പരിശുദ്ധ ഔഗേൻ ബാവ തിരുമേനിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയും കുടുംബവുമാണ് എൻ്റേത്. എൻ്റെ പിതാമഹൻ്റെ ശിഷ്യനായിരുന്നു, എൻ്റെ പിതാവിൻ്റെ ഗുരുവുമായിരുന്നു. ഞാനിവിടെ പറയുന്ന പല കാര്യങ്ങളും എൻ്റെ പിതാമഹനിൽ നിന്ന് പിതാവിൽ കൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളതും പിതാവിൽ നിന്ന് വായ്മൊഴിയായി ലഭിച്ചിട്ടുള്ള പല സംഗതികളും കൂട്ടിച്ചേർത്തിട്ടുള്ളതാണ്. ഏറെ നാൾ സന്തത സഹചാരിയായി എൻ്റെ പിതാവ് ഔഗേൻ ബാവയുടെ കൂടെ ഉണ്ടായിരുന്നു. തന്നെയുമല്ല, മെത്രാപ്പൊലീത്ത സ്ഥാനമേറ്റ് നാട്ടിൽ വന്നതിന് ശേഷം ആദ്യമായി പട്ടം കൊടുക്കുന്നതിന് വേണ്ടി കൈവച്ചത് എൻ്റെ പിതാവിൻ്റെ തലയിലായിരുന്നു. അന്ന് അപ്പതിയക്കിനോയായിരുന്ന അദ്ദേഹത്തെ പൂർണ്ണ ശമാശനാക്കി പട്ടം കെട്ടിയത് ഔഗേൻ ബാവ തിരുമേനിയാണ്. അതിൻ്റെ കാരണം മെത്രാപ്പൊലീത്തയായി വന്നതിന് ശേഷം തൻ്റെ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ആദ്യത്തെ പട്ടാഭിഷേക ശുശ്രൂഷ നടത്തണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യമായിരുന്നു. അത് അപ്രകാരം ചെയ്യുകയും ചെയ്തു. ആരാധനാ സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വളരെ ചുരുക്കമായിട്ട് ഇവിടെ പ്രസ്താവിക്കുവാൻ പോകുന്നത്. പലതും കേട്ടറിവുള്ളതും ചിലതൊക്കെ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതും നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും ഒക്കെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് ആദ്യമേ തന്നെ സൂചിപ്പിക്കുകയാണ്. കടുത്ത സന്യാസ നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് അതിവിനയത്തോടെ മലങ്കര സഭയെ ഒരു വ്യാഴവട്ടക്കാലം നയിച്ച പിതാവായിരുന്നു പരിശുദ്ധ ഔഗേൻ പ്രഥമൻ ബാവ തിരുമേനി. മലങ്കര സഭയിൽ അന്ത്യോക്യൻ മേൽക്കോയ്മ വളർന്നുകൊണ്ടിരുന്നതായ ഒരു കാലഘട്ടത്തിൽ 1884 അദ്ദേഹത്തിൻ്റെ ജനനം. ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൂടിയായിരുന്നിരിക്കാം സുറിയാനി ഭാഷയോടും ആരാധനയോടും അദ്ദേഹത്തിന് തോന്നിയ പ്രത്യേകമായ ഒരടുപ്പം. അന്ത്യോക്യൻ ആരാധനാക്രമങ്ങൾ മലങ്കരയിൽ ശരിയായി വേരുപിടിച്ച് പുഷ്പിക്കുവാൻ തുടങ്ങിയ കാലമായിരുന്നു അത്. ആരാധനാക്രമങ്ങളുടെ മലയാള പരിഭാഷകൾ കുറേയെല്ലാം ലഭ്യമായിരുന്നുവെങ്കിലും വായനാഭാഗങ്ങൾ മിക്കവാറും സുറിയാനി പുസ്തകങ്ങൾ നോക്കി വൈദികർ തത്സമയം ഭാഷാന്തരം ചെയ്ത് വായിക്കുന്ന പതിവായിരുന്നു നിലനിന്നിരുന്നത്. വൈദികർ എല്ലാവരും സുറിയാനി ഭാഷയിൽ സാമാന്യം അറിവുള്ളവരായിരിക്കണമെന്നത് നിർബന്ധവുമായിരുന്നു. വൈദികനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പ്രഥമമായും പഠിക്കേണ്ടിയിരുന്നത് സുറിയാനി ഭാഷയായിരുന്നു. നമ്മുടെ കഥാപുരുഷനും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൻ്റെ പിതാവിനെ പോലെ വൈദികനായി തീരുമാനിച്ചപ്പോൾ ആദ്യം ശിഷ്യപ്പെട്ടത് സ്വപിതാവിന് തന്നെയാണ്. എന്നാൽ അധികം താമസിയാതെ കുറേ കൂടെ ഗൗരവമായ പഠനം ആവശ്യമെന്ന് തോന്നിയതിനാലും പിതാവ് അധികം താമസിയാതെ നിര്യാതനായതിനാലും കൗമാരപ്രായത്തിൽ തന്നെ പാമ്പാക്കുട സെമിനാരിയിൽ ഈ ലേഖകൻ്റെ പിതാമഹൻ കൂടിയായ മാത്തൻ മൽപ്പാൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ആ കാലത്ത് തന്നെ സുറിയാനിക്കാരനായിരുന്ന സ്ലീബ ഷെമ്മാശൻ്റെ ദ്വിഭാഷിയായും മറ്റും അദ്ദേഹത്തോട് നല്ല സ്നേഹബന്ധം ആരംഭിക്കുവാനിടയാകി. അതിൻ്റെ ഫലമായി അദ്ദേഹത്തോടൊപ്പം സിറിയ, തുർക്കി മുതലായ രാജ്യങ്ങളും അവിടുത്തെ ദേറാകളും ഇസ്രായേലിലെ വിശുദ്ധ സ്ഥലങ്ങളും മറ്റും സന്ദർശിക്കുവാനായി പുറപ്പെട്ടു. 1905 ആ വർഷം കേവലം 20 വയസ്സോളം മാത്രം പ്രായമുണ്ടായിരുന്ന ഷെമ്മാശൻ ഏതാനും വർഷങ്ങൾ തന്നെ അവിടെ താമസിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ദേറാകളിൽ ഓരോന്നിലും പോയി താമസിക്കുകയും അവിടെയെല്ലാം ലഭ്യമായിരുന്ന സുറിയാനി ഗ്രന്ഥങ്ങൾ വായിക്കുകയും ചിലതെല്ലാം പകർത്തി എഴുതുകയും തർജിമ ചെയ്യുകയും ചെയ്തിരുന്നു. തുറബ്ദിനിലെ മാർ ഔഗേൻ ദേറായിൽ താമസിക്കുമ്പോൾ ആ പരിശുദ്ധൻ്റെ ജീവിത വിശുദ്ധിയിൽ ആകൃഷ്ടനായിട്ടാണ് മത്തായി എന്ന പേര് ഉപേക്ഷിച്ച് ഔഗേൻ എന്ന പേര് സ്വീകരിച്ചത്. തുടർന്ന് ഷെമ്മാശനായിരിക്കുമ്പോൾ തന്നെ റംബാൻ സ്ഥാനമേൽക്കുകയും ചെയ്തു. മധ്യപൂർവ്വദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ സന്ദർശനം നാട് കാണുവാൻ മാത്രമായിരുന്നില്ല, സുറിയാനി ഭാഷയെ അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ പോയി സ്വായത്തമാക്കുക എന്ന ലക്ഷ്യമായിരുന്നു പ്രധാനം. സുറിയാനി ഭാഷയുടെ മൂലസ്രോതസ്സുകളിൽ നിമഞ്ജനം ചെയ്ത് ദൈവശാസ്ത്ര സത്യങ്ങൾ ഉൾക്കൊണ്ട തിഷണാശാലി എന്നാണ് ഡോക്ടർ ശമുവേൽ ചന്ദനപ്പള്ളി അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. വായിക്കാവുന്നതെല്ലാം വായിച്ചു, തർജിമ ചെയ്യാവുന്നതെല്ലാം തർജിമ ചെയ്തു. അറിവിൽ സമ്പന്നനായിട്ടാണ് ആ പിതാവ് നാട്ടിൽ തിരിച്ചെത്തുന്നത്. എഴുത്തും വായനയും സദാ നടന്നുകൊണ്ടിരുന്നു. കാതോലിക്ക ആയിരുന്നിട്ടും സാഹിത്യ രചനയിലും വായനയിലുമായിരുന്നു കൂടുതൽ താല്പര്യം. 1909 അദ്ദേഹം സിറിയയിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ സുറിയാനി ഭാഷയിൽ ഒരു തികഞ്ഞ പണ്ഡിതനായി രൂപാന്തരപ്പെട്ടിരുന്നു.
താമസിയാതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായിരുന്ന സ്ലീബ മാർ ഒസ്താത്തിയോസിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. അബ്ദുള്ള പാത്രിർക്കിസിൻ്റെയും സ്ലീബ മാർ ഒസ്താത്തിയോസിൻ്റെയും ദ്വിഭാഷിയായി മലങ്കരയിലെ പള്ളികളെല്ലാം സന്ദർശിക്കുന്നതിനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ സംഭാവനകൾ വളരെ ചുരുക്കമായിട്ട് ഞാനിന്ന് പ്രസ്താവിക്കുകയാണ്. കാരണം അത് പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതുകൊണ്ട് മാത്രം. ഒരു നല്ല അധ്യാപകൻ കൂടിയായിരുന്നു നമ്മുടെ കഥാപുരുഷൻ. എൻ്റെ സ്വന്തം പിതാവ് കോനാട്ട് അബ്രഹാം മൽപ്പാൻ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഉദാഹരണമായി ഇവിടെ ഉദ്ധരിക്കട്ടെ. അദ്ദേഹത്തിന് സുറിയാനി മൽപ്പാന്മാർ പലരുണ്ടായിരുന്നു. എന്നാൽ വ്യാകരണത്തിൻ്റെ കുറേ നൂലാമാലകൾ ഹൃദിസ്ഥമാക്കുവാനുള്ള പരിശീലനം മാത്രമേ അവരിൽ നിന്നെല്ലാം ലഭിച്ചുള്ളൂ. സുറിയാനിയുടെ ആഴവും പരപ്പും പ്രത്യേകതകളും എല്ലാം മനസ്സിലായത് പരിശുദ്ധ ഔഗേൻ ബാവായോടൊപ്പം ചേർന്നതിന് ശേഷമാണ്. സന്തത സഹചാരിയായി നടന്നിരുന്ന കാലത്ത് വള്ളത്തിലും കാളവണ്ടിയിലും മറ്റും സഞ്ചരിക്കുമ്പോഴും മറ്റുമായിരുന്നു ക്ലാസ്സുകൾ. അദ്ദേഹത്തിൻ്റെ ഭാഷാജ്ഞാനത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ എൻ്റെ പിതാവിന് 100 നാവായിരുന്നു. ആദ്യകാലങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിഞ്ഞത്. കോട്ടയത്തിനും ആലുവായ്ക്കുമിടയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കൂത്താട്ടുകുളത്തിന് സമീപം വടകര പള്ളിയോടനുബന്ധിച്ച് ഒരു വിദ്യാലയത്തിനുള്ളതായ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ആ പ്രദേശത്തുള്ള ജനങ്ങളെ വിളിച്ചുകൂട്ടി ആലോചിച്ചു. ആവശ്യമായ സ്ഥല സൗകര്യം തന്നാൽ ബാക്കി കാര്യങ്ങൾ താൻ ചെയ്തു കൊള്ളാം എന്ന വാക്കിൽ സ്ഥലം നൽകുവാൻ പള്ളിക്കാർ സന്നദ്ധരായി. തുടർന്ന് പണിക്ക് ആവശ്യമായ പണവും തടിയും നെല്ലും എല്ലാം ശേഖരിക്കുവാൻ തുടങ്ങി. സ്വയം വളരെ കായികമായി അധ്വാനിച്ചതിൻ്റെ കൂടെ ഫലമായിട്ടാണ് സ്കൂൾ കെട്ടിടം ഉണ്ടായത്. സ്കൂളിൻ്റെ ആദ്യത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന ബഹുമാനപ്പെട്ട സ്കറിയ ചെമ്മങ്കുഴ അച്ഛൻ്റെ ഒരു ലേഖനത്തിൽ ആ കാര്യങ്ങൾ വിശദമായി വർണ്ണിക്കുന്നുണ്ട്. സ്കൂൾ ആരംഭിച്ച് ഏതാനും വർഷങ്ങൾക്കകം അടുത്തുള്ള ഒരു കുന്നിൻ മുകളിൽ ഒരു 2 നില കെട്ടിടം പണിയുകയും ചെയ്തു. വേറെയും സ്കൂളുകൾ അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ചുരുക്കമായി മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ. നമുക്ക് ആരാധനാ സാഹിത്യത്തിലേക്ക് തന്നെ തിരിയാം. ആദ്യം തർജിമ. ആരാധന പ്രാദേശിക ഭാഷയിലായിരിക്കണമെന്ന ചിന്ത എല്ലാ ഓർത്തഡോക്സ് സഭകളും നിഷ്കർഷിക്കുന്ന കാര്യമാണ്. 4-ാം നൂറ്റാണ്ട് മുതലെങ്കിലും മലങ്കരയിലെ ആരാധന ഭാഷയായി തീർന്ന സുറിയാനി ക്രമങ്ങൾ തർജിമ ചെയ്യുന്ന പാരമ്പര്യം ഔഗേൻ ബാവായുടെ കാലത്തിനെല്ലാം വളരെ മുമ്പേ തന്നെ ആരംഭിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ പദ്യങ്ങളെല്ലാം സുറിയാനിയിൽ ചൊല്ലുകയും ഗദ്യഭാഗങ്ങൾ തത്സമയം സുറിയാനി ഗ്രന്ഥം നോക്കി മലയാളത്തിലേക്ക് ചൊല്ലുകയുമാണ് ചെയ്തിരുന്നത്. അപൂർവം ചില പദ്യരൂപങ്ങളും മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. 1822 കോനാട്ട് അബ്രഹാം മൽപ്പാൻ, എൻ്റെ പിതാവല്ല, അതിന് മുമ്പൊരു അബ്രഹാം മൽപ്പാൻ ഉണ്ടായിരുന്നു, രചിച്ചിട്ടുള്ള ഞങ്ങൾക്കുള്ള കർത്താവേ എന്ന ശയന നമസ്കാരത്തിലെ ഗീതം ഒരു ഉദാഹരണമാണ്. 1822 അദ്ദേഹം പഴയ സെമിനാരിയിൽ അധ്യാപകനായിരുന്നു. അവിടെ ഇരുന്നാണത് രചിച്ചത് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-20 നൂറ്റാണ്ടുകളിൽ മറ്റു പല പിതാക്കന്മാരും ഇതുപോലുള്ള ധാരാളം ഗദ്യതർജിമകളും ഗീതങ്ങളുടെ ഭാഷാന്തരങ്ങളും നടത്തിയിരുന്നു. ഭാഷാന്തരത്തിൽ കൂടെയും ആരാധനാക്രമങ്ങൾ സ്വയം രചിച്ചുകൊണ്ടും അച്ചടി വിരളമായിരുന്ന കാലത്ത് സുറിയാനി ആരാധനാക്രമങ്ങൾ പകർത്തി എഴുതിയും ബൃഹത്തായ സംഭാവനകൾ പടിഞ്ഞാറൻ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിന് നൽകിയ ആളാണ് പരിശുദ്ധ ഔഗേൻ ബാവ. അദ്ദേഹത്തിൻ്റെ കൈകളാൽ പകർത്തി എഴുതപ്പെട്ട പട്ടംകുട, പള്ളി കൂദാശ, മേൽപ്പെട്ട സ്ഥാനാരോഹണം, മറ്റു കൂദാശകൾ മുതലായ ക്രമങ്ങളടങ്ങിയ ബൃഹത്തായ ഒരു സുറിയാനി കൈയെഴുത്തു പ്രതി നമ്മുടെ ദേവലോകം അരമനയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഏതാണ്ട് 500ഓളം പേജുകളുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൊള്ളുകൊണ്ട് തന്നെ പകർത്തി എഴുതിയതാണ് എന്ന് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇന്നും ഉപയോഗത്തിലിരിക്കുന്നതും പെങ്കീസ നമസ്കാരത്തിലെ പ്രമിയോൻ സെദ്രാകളാണ്. അവയുടെ സുറിയാനി രൂപം ഇന്നും കൈയെഴുത്ത് പ്രതികളിൽ മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. സുറിയാനി നോക്കി മലയാളം ചൊല്ലുന്ന പതിവാണ് മിക്ക വൈദികരും അവലംബിച്ചിരുന്നത്. അപ്രകാരം ചെയ്യുവാൻ സെമിനാരിയിൽ തന്നെ പരിശീലനം നൽകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ സെമിനാരിയിൽ പഠിക്കാൻ വരുന്നതിന് മുമ്പാണ്. ഞങ്ങളുടെ സീനിയേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സന്ധ്യാനമസ്കാരത്തിന് വരുമ്പോൾ ഒരു ചെറിയ പ്രമിയോൻ വേറെ യാതൊരു ഹെൽപ്പുമില്ലാതെ സുറിയാനി നോക്കി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് വായിക്കണമായിരുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പ്രമ്യോനുകളാണ്
ഭാഷാന്തരം ചെയ്ത് പ്രസിദ്ധീകരിക്കുവാൻ ഔഗേൻ ബാവ മുതിർന്നത്. മലയാളം, സംസ്കൃതം, സുറിയാനി എന്നീ ഭാഷകളിലെ അദ്ദേഹത്തിൻ്റെ ആഴമായ അറിവ് ഈ കൃതിയിൽ വ്യക്തമാണ്. 3 വാല്യങ്ങളായി സുറിയാനിയിൽ ക്രമീകരിച്ചിരിക്കുന്നതായ ആ കൃതി തദനുസരണമായി 3 വാല്യങ്ങളായി തന്നെ തർജിമ ചെയ്ത് പ്രസിദ്ധീകരിച്ചു. കവിതാരചനയിലുള്ള അദ്ദേഹത്തിൻ്റെ പാഠവും കാണാവുന്നത് മാർ തോമാശ്ലീഹായുടെയും മാർ ഗീവറീസഹദായുടെയും പെരുന്നാളിലെ പെങ്കീസ നമസ്കാരത്തിൻ്റെ ഭാഷാന്തരത്തിലാണ്. ഈ ക്രമങ്ങൾ പദ്യഭാഗങ്ങൾ സുറിയാനി വൃത്തത്തിൽ തന്നെ മലയാളത്തിലാക്കി ഗദ്യവും കൂട്ടിച്ചേർത്ത് പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചു. പരിശുദ്ധ ഔഗേൻ ബാവായ്ക്ക് വിശുദ്ധ മൂറോൻ കൂദാശാക്രമം, പട്ടംകുട പുസ്തകം, പള്ളി കൂദാശാക്രമം എന്നിവയാണ് ഗീതങ്ങൾ ഉൾപ്പെടെ പരിഭാഷ ചെയ്യപ്പെട്ട മറ്റ് ക്രമങ്ങൾ. അതിൽ പട്ടംകുട പുസ്തകത്തിനൊക്കെ 2 വേർഷൻ ഇന്ന് ലഭ്യമാണ്. അതിലൊന്ന് ഔഗേൻ ബാവായുടേതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂറോൻ കൂദാശയുടെ ക്രമത്തിലെ പാട്ടുകൾ പിന്നീട് ചാണ്ടിസാറിൻ്റെ സഹായത്തോടെ റീറൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഔഗേൻ ബാവായുടെ സംസ്കൃത ഭാഷയിലുള്ള അഗാധ ജ്ഞാനം കാരണമാകണം ഈ കൃതികളിലെല്ലാം നേരിടേണ്ടി വന്ന പ്രധാന വിമർശനം സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതായിരുന്നു. ഇവയെല്ലാം തന്നെ ഭാഗികമായി പിന്നീട് വന്ന പിതാക്കന്മാർ അല്പമെല്ലാം പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, അവയൊക്കെ അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുവാൻ തുടങ്ങിയത് അടുത്ത കാലത്ത് മാത്രമാണ്. എന്നാൽ അടിസ്ഥാന ഭാഷാന്തരം ഔഗേൻ ബാവായുടെ തന്നെയെന്ന് നിഷേധിക്കുവാനാകുകയില്ല. ആഴ്ചയിലെ പ്രാർത്ഥനാക്രമത്തിലെ പദ്യഭാഗം മുഴുവനും ആ പിതാവ് വൃത്തം തെറ്റാതെ പരിഭാഷ ചെയ്തിരുന്നു. എങ്കിലും അതിലെ സംസ്കൃത പദങ്ങളുടെ ആധിക്യം മൂലം വ്യാപകമായ പ്രചാരം ലഭിച്ചില്ല. പിൽക്കാലത്ത് CP ചാണ്ടിസാർ നടത്തിയ പദ്യരചനയാണ് ഇന്ന് നിലവിലുള്ളത്. സ്വയമായി രചിച്ചവ സുറിയാനി ആരാധനാ സാഹിത്യത്തിൽ മലങ്കരയുടെ സംഭാവന എന്ന് പറയുവാൻ തക്കവണ്ണം 2 പ്രധാനപ്പെട്ട കൃതികളാണ് പരിശുദ്ധ ഔഗേൻ ബാവ സ്വയമായി സുറിയാനിയിൽ രചിച്ചത് എന്ന് പറയുന്നുവെങ്കിലും ഞാൻ ഡീറ്റെയിൽ പറയാം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിലെ പെങ്കീസ നമസ്കാരം, വിശുദ്ധ കുർബാനയുടെ ഹൂത്തോമകൾ എന്നതാണ് പ്രസ്തുത കൃതികൾ. അതിൽ വിശുദ്ധ കുർബാനയുടെ ഹൂത്തോമകൾ തീർച്ചയായിട്ടും ഔഗേൻ ബാവ തന്നെ അതിൻ്റെ സുറിയാനിയും അതിൻ്റെ മലയാളവും എഴുതിയിട്ടുള്ളതാണ്. എന്നാൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ ദിവസത്തെ പ്രാർത്ഥനാക്രമം ആ പെങ്കീസ നമസ്കാരത്തിൽ സുറിയാനിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത്, അതിൻ്റെ ആരംഭത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് ഗീവർഗീസ് ദ്വിതീയൻ ബാവ ശേഖരിച്ചു എന്നാണ്. എഴുതിയെന്ന് എഴുതിയിട്ടില്ല. പിന്നെ ഒരു ആ കാലത്ത് നടന്ന ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് ഔഗേൻ ബാവയാകാനേ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം. തന്നെയുമല്ല, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ ദിവസത്തെ പ്രാർത്ഥന മലയാളത്തിലേക്ക് ആക്കിയിട്ടുള്ളത്, അതിൻ്റെ പ്രത്യേകിച്ച് പദ്യഭാഗങ്ങൾ ബഹുമാനപ്പെട്ട ചാണ്ടിസാറാണ്. ആ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്. മുൻ അരമന മാനേജരായിരുന്ന, ദേവലോക വനമന മാനേജരായിരുന്ന TG സക്രിയാച്ചൻ ഇതിൻ്റെ ഒറിജിനൽ ഔഗേൻ ബാവ സുറിയാനിയിൽ രചിച്ചിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ പരിമല തിരുമേനിയുടെ ഓർമ്മ ദിവസത്തെ ആരാധനാക്രമം രചിച്ചത് ഔഗേൻ ബാവ ആകാനേ സാധ്യതയുള്ളൂ. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല എങ്കിൽ തന്നെ ഗീവർഗീസ് ദ്വിതീയൻ ബാവ ശേഖരിച്ചു എന്നെഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത്രയും കവിതാരചനയിലും പ്രത്യേകിച്ച് സുറിയാനിയിൽ ഒന്നും ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളതായിട്ട് മറ്റെങ്ങും തന്നെ കണ്ടിട്ടുമില്ല. സുറിയാനി ഗാനങ്ങളും ഹൂത്തോമോ പുസ്തകം മലയാളവും സുറിയാനിയും അദ്ദേഹം തന്നെ എഴുതി സ്വയം തർജ്ജിമ ചെയ്തു. ആരാധനാ കാര്യങ്ങളിൽ പരിശുദ്ധ ഔഗേൻ ബാവ വരുത്തിയിട്ടുള്ള പരിഷ്കാരങ്ങളെക്കുറിച്ചൊന്നും എങ്ങും തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണുന്നില്ല. പാരമ്പര്യത്തിൽ നിന്നും അണുവിട മാറാതെ എല്ലാം നിർവഹിക്കണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ അദ്ദേഹം ജീവിച്ചിരുന്നതും. എങ്കിലും ഏതാനും വർഷങ്ങൾ അദ്ദേഹത്തോട് അടുത്തിടപഴകിയ എൻ്റെ പിതാവ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ചില കാര്യങ്ങൾ മാത്രം കുറിക്കട്ടെ. വിശുദ്ധ കുർബാന മധ്യേ തുപദേനുകൾ വായിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഇരിക്കുവാൻ അനുവാദം നൽകിയത് ബാവ തിരുമേനിയാണ് എന്ന് പറയുന്നു. അത് പല പ്രദേശത്തും ഒരു പക്ഷേ പല ആളുകളായിരിക്കാം, മറ്റ് പാരമ്പര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. വടകര പള്ളിയിൽ വെച്ചിട്ടാണ് ആദ്യം ഔഗേൻ ബാവ തിരുമേനി തുപദേൻ വായിക്കുന്ന സമയത്ത് എല്ലാവരോടും ഇരുന്നോളാൻ കൽപ്പിച്ചത് എന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്. പള്ളിയിൽ ആരാധനയെ സംബന്ധിക്കുമ്പോൾ പുരുഷന്മാർ വടക്കുവശത്തും
സ്ത്രീകൾ തെക്കുവശത്ത് നിൽക്കണമെന്ന നിയമവും വടകരപ്പള്ളിയിൽ ഔഗേന്മാർ തീമോത്തിയോസ് മെത്രാച്ചനാണ് ആദ്യം നടപ്പാക്കിയത് എന്ന് പറയുന്നു. പണ്ടുണ്ടായിരുന്ന പാരമ്പര്യം പുരുഷന്മാർ മുൻപിലും സ്ത്രീകൾ പിറകിലുമാണ്. ഈ കുന്നംകുളം പ്രദേശത്തൊക്കെ അടുത്ത കാലം വരെ അങ്ങനെ നിൽക്കുന്ന പതിവുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ചീരനച്ചൻ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാർ മുമ്പിലും സ്ത്രീകൾ പിമ്പിലുമായിട്ട്. പക്ഷെ ഇന്നെല്ലാം മാറിയിരിക്കുന്നു. അതിന് തുടക്കം കുറിച്ചത് പരിശുദ്ധ ഔഗേൻ ബാവായാണ് എന്ന് പറയുന്നു. ഇതര കൃതികളെക്കുറിച്ചും കൂടെ പരാമർശിച്ചു പോകാം. ആരാധന മാത്രമല്ല, ആരാധനാ സാഹിത്യമാണ് ഇവിടെ പ്രധാന വിഷയമെങ്കിലും പരിശുദ്ധ പിതാവിൻ്റെ മറ്റ് രചനകളെ കൂടി വളരെ ലഘുവായെങ്കിലും പരാമർശിക്കാതെ ഈ ലേഖനം പൂർണ്ണമാകുന്നില്ല എന്നതിനാൽ അവ കൂടി പരാമർശിക്കട്ടെ. മേൽപ്പെട്ട സ്ഥാനമേറ്റ ശേഷം പാത്രിയർക്കീത്ത് പക്ഷത്തിന് കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നു. എന്നാൽ സിറിയയിൽ ഉണ്ടായിരുന്ന കാലത്തും അതിനുശേഷവും അദ്ദേഹത്തിന് ലഭിച്ച ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികൾ സാവധാനം കാതോലിക്കാ പക്ഷത്തിന് അനുകൂലമായി മാറിക്കൊണ്ടിരുന്നു. അവസാനം പരിശുദ്ധ ഗീവർഗീസ് ബാവായെ എല്ലാവരും സ്വീകരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടിലേക്ക് അദ്ദേഹം അഭിപ്രായം മാറുന്നു എന്ന് കണ്ടപ്പോൾ എതിർകക്ഷിയിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങൾ ചില്ലറയല്ലായിരുന്നു. ഭദ്രാസന ഭരണം നഷ്ടപ്പെട്ട് കോട്ടയം പഴയ സെമിനാരിയിൽ അധ്യാപകനായി തുടരാനാണ് പിന്നീട് ഭാഗ്യം ലഭിച്ചത്. ആ കാലത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായം ഇങ്ങനെയാണ്: കണ്ടനാട് ഭദ്രാസനക്കാർ തന്നെ പിന്തള്ളിയപ്പോൾ കോട്ടയത്ത് സെമിനാരിൽ വന്ന് താമസിക്കുകയും അവിടെ വെച്ച് ധാരാളം രചനകളും തർജിമകളും നിർവഹിക്കുകയും ചെയ്തു. മതോപദേശ സത്യങ്ങൾ, മരണാനന്തര ജീവിതം, വിശുദ്ധ സുനോദോസുകൾ, പരമയാഗം ആദിയായവയെല്ലാം ആ കാലത്ത് രചിക്കപ്പെട്ടവയാണ്. തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നപ്പോൾ പത്തനംതിട്ട ബേസിൽ ദേറായിൽ വെച്ചാണ് മരണാനന്തര ജീവിതം എന്ന ഗ്രന്ഥത്തിൻ്റെ പ്രധാന ജോലികൾ നടന്നത്. മരണം എന്നാൽ എന്ത്, ആത്മശരീരങ്ങളുടെ വേർപാട് എന്ത്, ക്രിസ്തുവിൻ്റെ പാതാളപ്രവേശനം, മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ആദിയായ വിഷയങ്ങളെക്കുറിച്ച് വേദപുസ്തക അടിസ്ഥാനത്തിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്. പരമയാഗമാണ് ശ്രദ്ധേയമായ മറ്റൊരു കൃതി. യാഗമെന്നാൽ എന്ത്, യാഗാദികളുടെ ഉത്ഭവം, അവയുടെ ഉദ്ദേശം, ഇസ്രായേൽ ജനതയുടെ യാഗം, മൃഗാദികളുടെ യാഗം സഫലമാകുന്നത് എപ്പോൾ, ക്രിസ്തുവിൻ്റെ യാഗം മനുഷ്യകുലത്തിന് ജീവൻ നൽകിയത് എങ്ങനെ മുതലായ കാര്യങ്ങൾ പരാമർശിച്ച ശേഷം വിശുദ്ധ കുർബാനയിലേക്ക് തിരിയുന്നു. കുർബാന അനുഭവം, അതിൻ്റെ സമയം, കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആദ്യമായ കാര്യങ്ങളെല്ലാം വിവരിക്കുന്നു. ആ പിതാവിനെ അടുത്തറിയാവുന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് സമയം ഒരിക്കലും വ്യർത്ഥമായി ചിലവിടുകയില്ല. പ്രവൃത്തികൾ കഴിയുമ്പോൾ എഴുത്തും വായനയും ആരംഭിക്കും. നിഷ്ക്രിയനായി സമയം കളയാറില്ല എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു കൂടിയായിരുന്ന കോനാട്ട് മാത്തൻ മൽപ്പാൻ തുടങ്ങി വെച്ചിരുന്ന പുതിയ നിയമത്തിൻ്റെ തർജിമ അദ്ദേഹത്തിൻ്റെ പുത്രൻ അബ്രഹാം മൽപ്പാനോടും മറ്റ് ചില ഭാഷാ പണ്ഡിതന്മാരോടും ചേർന്ന് പൂർത്തീകരിച്ച് അബ്രഹാം മൽപ്പാനെ ഏൽപ്പിച്ച് പ്രസിദ്ധീകരിപ്പിച്ചു. അതിൻ്റെയും പ്രധാനമായിട്ടുള്ളതായ വിമർശനം മുഴുവൻ സംസ്കൃതമാണ് എന്നുള്ളതാണ്. അതിനെ അവലംബിച്ചിരുന്നതായ ഒരു പ്രത്യേക തത്വമെന്ന് പറയുന്നത്, പെഷീത്ത സുറിയാനി വേദപുസ്തകത്തിൽ നിന്നാണ് അത് തർജ്ജമ ചെയ്തത്. ഒരു സുറിയാനി വാക്കിന് ഒരു മലയാളം വാക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള തത്വം അങ്ങേയറ്റം പാലിക്കാൻ അവർ ശ്രമിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മൃണ്മയൻ എന്നൊക്കെ പറയുന്നത് പോലെ പല വാക്കുകളും അതിൽ കടന്നുകൂടാനായിട്ട് ഇടയായിരിക്കുന്നത്. പിശീത്ത വേദപുസ്തകത്തിൽ നിന്നുള്ള പദാനുപത ഭാഷാന്തരമാണ് ഈ കൃതി. ഇവയ്ക്കെല്ലാം പുറമെ സിറിയൻ പിതാക്കന്മാരുടെ മറ്റനേകം കൃതികളും പരിശുദ്ധ ഔഗേൻ ബാവ ഭാഷാന്തരം ചെയ്തിട്ടുണ്ടെന്നും കലുഷിതമായിരുന്ന സഭാ അന്തരീക്ഷത്തിൽ പല പ്രാവശ്യം ആസ്ഥാനം മാറ്റേണ്ടതായും മറ്റും വന്നപ്പോൾ അവയെല്ലാം നഷ്ടപ്പെട്ടതാവാമെന്നും എൻ്റെ പിതാവ് സാക്ഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിറവത്ത് നിന്ന നിൽപ്പിന് ഇറങ്ങിപ്പോരേണ്ടി വന്നതായ ഒരു സാഹചര്യത്തിൽ പലതും അവിടെ ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ അത് ചെന്നെടുക്കുവാനോ ഒന്നും ആരെക്കൊണ്ടും സാധിച്ചു കാണുകയില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു എന്ന് വേണം വിചാരിക്കുവാനായിട്ട്. അങ്ങനെ പിന്നെയും തുമ്പോണ് വൈദിക സെമിനാരിയൊക്കെ താമസിക്കുന്ന അവസരത്തിലൊക്കെ പലതും നഷ്ടപ്പെട്ടു പോയിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റെന്തിനേക്കാളും അധികം ഭാഷയെയും സാഹിത്യരചനകളെയും പാരായണത്തെയും സ്നേഹിച്ചിരുന്ന പിതാവായിരുന്നു പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവ. അദ്ദേഹത്തിന് ശേഷം സുറിയാനി ഭാഷാ പരിജ്ഞാനത്തിൽ അത്രയും നിപുണനായ ഒരാൾ ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് നൽകിയ അവസരത്തിനായി ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക്